നമസ്കാരം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട വൻ വിജയം നേടിയ ഡൊണാൾഡ് ട്രംപിന് ഭരണത്തിലേറിയ ശേഷമുള്ള തുടർ നീക്കങ്ങൾ പിഴയ്ക്കുകയാണോ? കുടിയേറ്റ നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള ബഹുജന പ്രകടനങ്ങളെ തുടർന്ന് ലോസ് ഏഞ്ചൽസ് നഗരം സംഘർഷഭരിതമായി. ഒരു വശത്ത് പ്രതിഷേധക്കാരും മറുവശത്ത് പോലീസും സൈനികരും നിലയുറപ്പിച്ചതോടെ പ്രതിഷേധം കലാപ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് നിയമം ലംഘിച്ച് നടത്തിയ ഇടപെടൽ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തെ യുദ്ധക്കളമാക്കി മാറ്റി. ലോസ് ഏഞ്ചൽസ് ഗവർണറെ മറികടന്ന് ട്രംപ് തന്നെ നൽകിയ ഉത്തരവാണ് പ്രതിഷേധം ഇത്തരത്തിൽ വഷളാക്കിയത് എന്ന് ഗവർണർ കാരിൻ ബാസിക് പറഞ്ഞതോടെ ട്രംപ് വെട്ടിലാവുകയും ചെയ്തു. കാലിഫോർണിയ ഗവർണറോട് ആലോചിക്കാതെ കാലിഫോർണിയയുടെ ഫെഡറൽ സേനയെ നിയോഗിച്ച ട്രംപിന്റെ നടപടിയെ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനും വിമർശിച്ചു. സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ആണ് ഇതെന്നും ട്രംപിൻ്റേത് ഭ്രാന്തൻ തീരുമാനങ്ങളാണ് എന്നും ഗവർണർ തുറന്നടിച്ചു. എന്നാൽ എല്ലാ നീക്കങ്ങളും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയെന്നാണ് ട്രംപിന്റെ മറുപടി. അമേരിക്കയുടെ മണ്ണിൽ പ്രസിഡന്റ് തന്നെ സൈന്യത്തെ ഇറക്കുന്നത് അപൂർവ സംഭവമാണ്. സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ചെറുക്കാൻ പറ്റാത്ത അത്ര വലിയ പ്രതിഷേധം ആണോ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്? ഗവർണർമാർ ആവശ്യപ്പെടാതെ ട്രംപ് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ലോകം ഉറ്റുനോക്കുകയാണ്. പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ നിരീക്ഷകൻ, ശ്രീ ഷാബു പ്രസാദ് വിദേശകാര്യ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല കേംബ്രിഡ്ജ് മുൻ മേയർ കൂടിയാണ് അദ്ദേഹം, ശ്രീ സജിമോൻ ആന്റണി മുതിർന്ന മാധ്യമപ്രവർത്തകനൊപ്പം ന്യൂസ് 18 കേരളത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് വാർത്തകൾ പങ്കുവെക്കുന്നതും അദ്ദേഹമാണ്. ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. സജിമോൻ ആന്റണി, ഈ നാഷണൽ ഗാർഡ്സിനെ അടക്കം വിന്യസിക്കേണ്ട തരത്തിലുള്ള അത്രമേൽ വലിയ പ്രതിഷേധം ആണോ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ അടക്കം നടക്കുന്നത്? അഭിലാഷ്, ഇത് ആൻസർ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക ആകെ കത്തിയമരുന്നു, അല്ലെ ലോസ് ആഞ്ചലസ് കാലിഫോർണിയ മൊത്തം കത്തിയമരുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. സമരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. പ്രൊട്ടസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. അതൊരു വലിയ അൺകൺട്രോൾഡ് കലാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നോ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റും ഫെഡറൽ ഗവൺമെന്റുമായിട്ട് എപ്പോഴും ഒരു മസിൽ പവർ, ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മസിൽ പുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കാറുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അത് ഫെഡറലിന്റെ പലപ്പോഴും ഒരു എൻക്രോച്ച്മെന്റ് സ്റ്റേറ്റ് ലിബർട്ടിയിലേക്ക് കടന്നു കാണുന്ന ഒരു പ്രതിഭാസം നമ്മൾ പല ഏരിയയിലും കാണുന്നുണ്ട്. അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളൂടെയാണ് കാലിഫോർണിയയിൽ ഇപ്പൊ നടക്കുന്നത്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ എല്ലാവരും വളരെ ഹോട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ ചാനലുകളും അമേരിക്കയും ലോകവും മുഴുവനും ട്രംപ് വേഴ്സസ് മസ്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു ഫൈറ്റിനകത്ത് രണ്ടുപേരും ഒരു ഹെവി ഫൈറ്റേഴ്സ് ആണ്. രണ്ടുപേർക്കും പരിക്കു പറ്റി നമ്മൾ കണ്ടു. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ മാറാനായിട്ട് ഇതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതിയും കൂടെ ഇവിടെ വരുന്നുണ്ട്. മൂന്നാമത്തേത്, ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ 4 പോളിസികൾ, ഫോറിൻ പോളിസികൾ, ടാരിഫ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ പോളിസികൾ, ഈ 3 പോളിസികൾക്കകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് സ്കോർ ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇമിഗ്രേഷൻ വിഷയം. ഇമിഗ്രേഷന്റെ ആ സബ്ജക്റ്റിനകത്ത് ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് അമേരിക്കൻസ് ട്രംപിനോട് എഗ്രി ചെയ്യുന്നു. നമുക്കൊരു ബോർഡർലെസ് കൺട്രി ആകാൻ പറ്റത്തില്ല, ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ, ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഇവിടെ നിന്ന് തിരിച്ചുവിടണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രംപിന് വളരെയധികം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. എന്നാലും എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ട്രംപിന്റെ അനുകൂലികൾ പോലും അദ്ദേഹത്തോട് പ്രതികൂലിക്കുന്നുണ്ട് എന്നുള്ളതും കാണാം. അപ്പം ട്രംപ് ഇമിഗ്രേഷന്റെ പോളിസിയുടെ കാര്യത്തിൽ വളരെ ഒരു സ്ട്രോങ് പോസ്റ്റർ കാണിക്കുകയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ. അപ്പൊ എനിക്ക് പറയാം, ഇതിനോട് സബ്സ്റ്റാൻഷിയേറ്റ് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ലോക്കൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഫെഡറൽ ഉണ്ട്. അപ്പൊ ഈ 3-നകത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സാധാരണഗതിയിൽ അത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് പോലീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിലാണ്
ഗവർണേഴ്സ് റിക്വസ്റ്റ് ചെയ്ത് നാഷണൽ ഗാർഡിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിലൂടെ വരുന്നത്. ഇപ്പൊ കാലിഫോർണിയ സ്പെസിഫിക് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് നാഷണൽ ഗാർഡ് ഇറങ്ങിയ സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ 60-70s സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിലായിരുന്നു, അല്ലെങ്കിൽ ലേറ്റ് 90s ഈ ഒരു നാഷണൽ ഗാർഡ് വന്ന് ഡിപ്ലോയ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നത്. അവിടെ അക്രമങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യെസ് ആണ്. ഏകദേശം 121 പേരെ അറസ്റ്റ് ചെയ്തു, 2-3 കാർ കത്തിച്ചു കളഞ്ഞു. അത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് സെൽഫ് ഡ്രൈവിംഗ് കാറുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. 3 തൊട്ട് 5 വരെ പോലീസുകാർക്ക് പരിക്കേറ്റതായിട്ടുമാണ് ഞങ്ങൾക്കുള്ള ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഏതായാലും ഇതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഓവർപ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിന് മുമ്പേ പറഞ്ഞ 3 റീസൺസുകളാണ് ഉള്ളത്. അതോടൊപ്പം വേറൊരു ആംഗിളും കൂടി ഇതിനുള്ളത്, ഗാവിൻ ന്യൂസം കാലിഫോർണിയയുടെ ഗവർണർ ഒരു ഫ്രണ്ട് റണ്ണറാണ് അടുത്ത 2028 പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആംഗിളും ചിലപ്പോൾ ഇതിന് കണ്ടേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ സംഭവങ്ങൾ മൊത്തം തുടങ്ങിയത് LAയിലെ അവിടെയുള്ള പാരാമൗണ്ട് എന്നുള്ളൊരു ഏരിയയിലെ ഹോം ഡിപ്പോയിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഞാൻ പറയാം. അമേരിക്കയില് ഇല്ലീഗൽ ഇമിഗ്രൻസ് പലപ്പോഴും ജോലി അന്വേഷിച്ച് അല്ലെ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഹോം ഡിപ്പോ. ഹോം ഡിപ്പോയുടെ പാർക്കിംഗ് ലോട്ട് അല്ലെ അതിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ജംഗ്ഷനിലായിരിക്കും ഇവര് കൂട്ടത്തോടെ 50, 100, 150 പേരായിട്ട് നിൽക്കുന്നത്. സാധാരണഗതിയിൽ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവര് ഒരു നോർമൽ പ്രോസസ്സായിട്ട് മോർണിംഗിൽ വന്ന ആൾക്കാർ ഹയർ ചെയ്തുകൊണ്ട് പോകും, വൈകുന്നേരം അവരെ ഇറക്കി വിടും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഡേ ലേബർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രയോഗത്തില് അങ്ങനെയുള്ള ഏരിയകളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഐസിന്റെയും അല്ലെങ്കിൽ ഇവിടെയുള്ള എന്താ പറഞ്ഞ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ റെയ്ഡുകൾ നടത്തുകയും അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡ്യൂ ഡെലിജൻസ് ഇല്ലാണ്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന ഒരു സീനറിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഇത്. വേറൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞ ഏരിയയിൽ 80% ഹിസ്പാനിക്സ് അല്ലെങ്കിൽ മെക്സിക്കൻ അമേരിക്കൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രസക്തി അവരുടെ കൂടെയുള്ള അല്ലെ അവർക്ക് അറിയാവുന്ന ആൾക്കാരെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അമർഷവും രോഷവുമാണ് അവർ പ്രതിഷേധത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അത് നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അത്തരം അമർഷം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഡേറ്റകളൊക്കെ പ്രകാരം ഏതാണ്ട് 239 പേരെയാണ് കഴിഞ്ഞ ഒരു മാസം ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ എന്നതിൻ്റെ പേരിൽ പിടികൂടിയിട്ടുള്ളത് എന്നതാണ്. പക്ഷേ ട്രംപ് ആവശ്യപ്പെടുന്നത് ഒരു ദിവസം ചുരുങ്ങിയത് 3000 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യണം. ആ നിലയിൽ ഉള്ള നിർദ്ദേശം ആണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു ടെക്നിക്കൽ പ്രോബ്ലം അല്ലെ ഒരു ലീഗൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇല്ലീഗൽ ആയിട്ട് ഏതെങ്കിലും ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ചിലർ വിസ എക്സ്പയർ ആയിട്ട് വന്ന ആൾക്കാരാണ്, ചിലർ അസൈലം ഫയൽ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഏത് കാറ്റഗറിയിലാണെങ്കിലും അവർക്ക് ഒരു ലീഗൽ ഡ്യൂ ഡെലിജൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. എന്നാൽ പ്രാക്ടിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ്സ് ഭരിച്ചിരുന്ന സമയങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കുടിയേറിയത് ഇങ്ങോട്ട് ഇല്ലീഗലി വരുന്നത്. അപ്പം ഇത്രയും ആൾക്കാരെ ലീഗലി പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വരുവാണെങ്കിൽ അതിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേസ്റ്റും അതോടൊപ്പം തന്നെ അതിന് ഒത്തിരിയേറെ വർഷങ്ങൾ അല്ലെ മാസങ്ങൾ അതിന്റെ പുറകെ നടന്നാൽ മാത്രമേ ആ ഡ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ എന്നുള്ളതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഡെമോക്രാറ്റ്സ് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഡ്യൂ പ്രോസസ് നടത്താതെ നമ്മൾക്ക് ഇങ്ങനെ അവരെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. രണ്ട് ആർഗ്യുമെന്റ് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു പരിധി വരെ കാര്യമുണ്ട്. എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെയൊക്കെ മാനുഷികപരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മേ ബി യെസ്. എന്നാൽ അമേരിക്കയ്ക്ക് അല്ലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ വളരെ താങ്കൾ ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 99% ഇത്തരത്തിൽ, അതായത് താങ്കൾ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത് ഈ നാഷണൽ ഗാർഡിനെ അവിടെ ഇറക്കേണ്ട തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അവിടെ ശ്രീ സജിമോൻ ആന്റണി താങ്കൾ പറഞ്ഞത് അങ്ങനെ ഒരു നരേഷൻ ലോകത്ത് നടക്കുന്നു, എന്നാൽ അതല്ല അവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നരേഷനിലേക്ക് എത്തിച്ചത് ട്രംപാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടി വരുന്നത്? ട്രംപ് അഡ്മിനിസ്ട്രേഷന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്. അപ്പൊ ഞാൻ വേറൊരു സിനറിയും കൂടെ പറയാം. ഇത് കൈവിട്ട് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വരും, എന്തുകൊണ്ട് നാഷണൽ ഗാർഡിനെ ഇറക്കിയില്ല, എന്തുകൊണ്ട് തടഞ്ഞു. ഇപ്പൊ ഇവിടെ വരുന്നത് ഒരു ടെക്നിക്കൽ ഒരു ഫോൾട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. കാരണം ഗവർണറുമായിട്ട് ആ ഒരു സംസ്ഥാനത്തെ ഗവർണറുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഉത്തരവിറക്കി എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇറക്കുകയായിരുന്നെങ്കിൽ മേ ബി ഇതിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത് 2000 നാഷണൽ ഗാർഡുകളെ ഇറക്കിയിട്ടുണ്ട്
തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 300 പേരെ വിന്യസിച്ചിട്ടുള്ളൂ. അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെന്റിന്റെ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അത് കവർ ചെയ്യുക, ഫെഡറൽ ബിൽഡിങ്ങുകൾ കവർ ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ട്രീറ്റിലെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതിന്റെ റെസ്പോൺസിബിലിറ്റി പ്രൈമറിലി ഇപ്പോഴും ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് പോലീസിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് വാഗ്വാദമാണ് അവർ അതിന് മറുപടിയായിട്ട് പറയുന്നത്. യെസ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ശ്രീ സജിമോൻ ആന്റണി, അദ്ദേഹം ന്യൂസ് 18 വേണ്ടി അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായി പറയുന്നത് ഒരുപക്ഷെ പുറം ലോകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള വലിയ ഒരു പ്രതിഷേധമല്ല അവിടെ നടക്കുന്നത്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഗാർഡിനെ പ്രയോഗിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പ്രത്യേക തരം സാഹചര്യങ്ങളിലാണ്. ഒന്നുകിൽ അമേരിക്കയ്ക്കെതിരെ മറ്റേതെങ്കിലും രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം, അല്ല എങ്കിൽ അവിടെ ഒരു കലാപകലുഷിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതിനെ അടിച്ചമർത്തുന്നതിന്, ഇതല്ല എങ്കിൽ ഗവർണർമാർക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യാനോ അതിനെ നിയന്ത്രിക്കാനോ പറ്റാത്തൊരു സാഹചര്യം. ഇവിടെ ഇതാ പ്രതിഷേധം ഉയരുന്നു. അതായത് ഈ കുടിയേറ്റക്കാർക്ക് എതിരെ ഭരണകൂടം നടത്തുന്ന പ്രവൃത്തികളിൽ പ്രതിഷേധം ഉയരുന്നു. ആ പ്രതിഷേധം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ അധികാരം പ്രയോഗിക്കുകയാണ്. അത് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തെ ഒക്കെ തകർക്കുന്ന മട്ടിലാണ് എന്ന് അവിടുത്തെ ഗവർണർമാർ തന്നെ പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടായിരിക്കാം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു എടുത്തുചാട്ടം ഈ വിഷയത്തിനുണ്ടാകുന്നത്? ഇവിടെ ശ്രീ അഭിലാഷ്, വേണ്ടതൊരു ഫെഡറൽ അമിറ്റിയാണ് ആവശ്യം. കാലിഫോർണിയ വലിയൊരു സംസ്ഥാനമാണ്. അവിടെ 40% ഹിസ്പാനിക് പോപ്പുലേഷനാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമാണ് കാലിഫോർണിയ സംസ്ഥാനം. അപ്പോൾ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ ഗവർണറും അതുപോലെ ലോസ് ആഞ്ചലസിൻ്റെ മേയറുമെല്ലാം തീർച്ചയായും ഇങ്ങനെ ഒരു ട്രംപ് ICE അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന വളരെ വളരെ രൂക്ഷമായ ഒരുതരം കായികമായ ഒരു പിടിച്ചുകൊണ്ട് പോകലാണ്. മാസ്ക് ധരിച്ചവരെ പിടിച്ചു മാറ്റുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. പ്രതിഷേധക്കാരെ അകാരണമായി പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് പിന്മാറ്റുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി. അപ്പം ലോക്കൽ അഡ്മിനിസ്ട്രേഷന് ക്രമസമാധാന നില അവിടെ പാലിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൈ പ്രയോഗം എന്ന നിലയിലാണ് ഫെഡറൽ ഫോഴ്സിനെ ഇറക്കുന്നത്. അതായത് നാഷണൽ ഗാർഡ്സ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ദേശീയ ഫോഴ്സാണ്. ആ ഫോഴ്സിനെ അവിടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ ഇവിടെ ലോകത്താകമാനമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വലിയ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. ട്രംപിനെതിരെ ഉണ്ടാകുന്ന ഒരു ജൈവികമായ പ്രതിഷേധം അതൊരു അതിര് കടന്നിരിക്കുന്നു. നോക്കൂ, വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, ഇതാണല്ലോ ട്രംപിൻ്റെ മുദ്രാവാക്യം. ഇലോൺ മസ്ക് അത് പറഞ്ഞുകൊണ്ടാണ് പിന്മാറി നിൽക്കുന്നതും. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ബില്ലിനെതിരെ ഉയരുന്നു. അതോടൊപ്പം തന്നെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ഏതാണ്ട് 1,10,00,000 അമേരിക്കക്കാരുണ്ട്. അതാണ് ഒരു അൺഒഫീഷ്യൽ എസ്റ്റിമേറ്റ്സ്. 10.1 മില്യൺ പീപ്പിൾ, അതായത് 10 കോടിയിലധികം, 1 കോടിയിലധികം ആളുകൾ അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി വന്നവരാണ്. അവരുടെ സിംഹഭാഗവും ഹിസ്പാനിക് പോപ്പുലേഷനുള്ള മെക്സിക്കോയിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ്. അവരാണ് സിംഗിൾ ലാർജസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത്. 15% അവർ വരും. ഇന്ത്യൻ വംശജർ വളരെ കുറവാണ്. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാർ. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള ശക്തമായ നീക്കത്തിൻ്റെ ഭാഗമായി പറഞ്ഞത് പ്രവർത്തിക്കാൻ ട്രംപ് പ്രതിജ്ഞാബദ്ധനാണ്. ട്രംപിനെ കുറ്റപ്പെടുത്താനാവില്ല. മുൻകൂട്ടി തന്നെ പറഞ്ഞ് ജനകീയ അനുവാദം വാങ്ങി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്നൊഴിപ്പിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ഈ പ്രകടന പത്രികയിൽ പറയുന്ന അല്ലെങ്കിൽ ട്രംപിൻ്റെ വാഗ്ദാനം ഒന്നൊന്നായി പാലിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് നമ്മൾ. അപ്പോൾ അത് ട്രംപിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ട് ആവശ്യമില്ല. പക്ഷേ അതിനുപയോഗിക്കേണ്ട മാർഗങ്ങൾ, ഒരു പരിധിയിൽ കൂടുതൽ ബലപ്രയോഗം അമേരിക്കയുടെ ഉള്ളിൽ നടത്തുന്ന അത്ര ശരിയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ്, ഫെഡറൽ ഗവൺമെൻറ്റാണ്. അവിടെ ഫെഡറലിസത്തിന് അതിശക്തമായ വേരുകളുണ്ട്. സംസ്ഥാനം കാലിഫോർണിയ എന്ന വലിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ സെനറ്റേഴ്സിനെ വിടുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്
ഭരണകൂടത്തിൻ്റെ നീതിന്യായ അല്ലെങ്കിൽ നിയമ പരിപാലന സംവിധാനങ്ങളെ പൂർണ്ണമായി അവിശ്വസിച്ചുകൊണ്ട് ഒരു നാഷണൽ ഫോഴ്സ് അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെഡറൽ റിഫ്റ്റ് കൂടി വരികയാണ്. ലോങ് ടേം അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഫെഡറൽ ഫിഷർ ഒരു റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിഫ്റ്റ് വരുന്നത് അമേരിക്കയുടെ ഇൻറ്റേർണൽ കൊഹിഷന് അത്ര നല്ലതല്ല. അത് മാത്രമല്ല, അമേരിക്കയുടെ ഒരു കാലിഫോർണിയ ഒക്കെ സംസ്ഥാനത്തെ ഒരു പോപ്പുലർ ബാലൻസ് ഒരുപക്ഷെ സജിമോൻ ആൻ്റണിക്കൊക്കെ നന്നായി അറിയാവുന്നതാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതൊക്കെ കംപ്ലീറ്റ്ലി ഒരു കോസ്മോപോളിറ്റൻ സംവിധാനമാണ്. എവിടെ നിന്നെല്ലാം വരുന്ന ആളുകളാണ്. അവിടെയാണ് പിന്നെ ലോസ് ആഞ്ചലസിലാണ് ഹോളിവുഡും കാര്യങ്ങളും എല്ലാം. അത്രയ്ക്ക് വികസിതമായ സ്ഥലം. പക്ഷെ അവിടെ ഇപ്പോൾ വളരെ വലിയ ഒരു പുവർ കാറ്റഗറി ആളുകൾ കൂടി ഉണ്ട് എന്നോർക്കണം. ബെഗേഴ്സ് ഉണ്ട്, പിടിച്ചുപറിക്കാറുണ്ട്, ക്രമസമാധാന നിലയിൽ വലിയ തകർച്ചയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ട്രംപ് ആയുധമാക്കിയത്. ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായി അനധികൃത കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലും തിരിച്ചയക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലതിൽ നിർബന്ധം ചെലുത്തി അവിടെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ട്രംപ് ഒരുക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി നടത്തുന്ന ഫോഴ്സ്ഫുൾ എവിക്ഷൻ, അതിന് ആഭ്യന്തരമായി റെസിസ്റ്റൻസ് നേരിടുമ്പോൾ ഇത് കാട്ടുതീ പോലെ മറ്റിടങ്ങളിലേക്ക്, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണുന്നത്. തീർച്ചയായും അത് സജിമോൻ ആന്റണിക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടങ്ങളിൽ ഒട്ടേറെ വിഷയങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്താക്കും, അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത്. നമുക്കറിയാം, നിരവധി വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. വേണ്ടി വന്നാൽ അതിർത്തികൾ അടയ്ക്കും, അവിടെ മതിൽ പണിയും എന്നത് അടക്കമുള്ള പല പ്രസ്താവനകളും. ആ പ്രസ്താവനകളൊക്കെ വളരെ വിചിത്രവുമായിരുന്നു. അപ്പോഴെല്ലാം ഒരു പരിധിവരെയെങ്കിലും ആളുകൾ പ്രതീക്ഷിച്ചത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ ഒരു ആവേശത്തോടു കൂടി പറയുന്ന, ഒരല്പം അമിതാവേശത്തോടു കൂടി പറയുന്ന ഒന്നാകാം. പക്ഷേ ഭരണത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിചലിക്കാമെന്നുള്ളതാണ്. ഇവിടെ ഇതാ ട്രംപ് പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെയൊന്നും നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാമാന്യ മര്യാദ, പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ ഒരു രാജ്യം, ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ട്രംപിന് പിഴയ്ക്കുന്നുണ്ടോ? നോക്കൂ, ഇതിപ്പോൾ ഈ ട്രംപിൻ്റെ ഈ രണ്ടാം വരവിന് ശേഷം ഈ പുള്ളി ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ലോകത്തെ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള രാജ്യമാണ്. അവരുടെ വാക്കുകൾക്കും അവരുടെ നിലപാടുകൾക്കും വലിയ കരുത്തുണ്ട്. അതിന് ലോകത്തിനെ മുഴുവനും സ്വാധീനിക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കുമ്പോൾ ഈ മനുഷ്യൻ സമനില നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ നമുക്ക് ഒരേ സമയം അത്ഭുതം തോന്നുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ ആദ്യത്തെ ടേമിലായിരുന്നു ഇദ്ദേഹത്തിന് ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഈ രീതിയിലുള്ള സംസാരങ്ങളും വാക്കുകളും എല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ടൈമിൽ വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാൽ ഈ സെക്കൻഡ് ടൈം ഈ പുതിയൊരു SI ചാർജ് എടുക്കുമ്പോൾ, ഒരു SI ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് അവിടെ അറിയിക്കുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ സ്ഥലത്ത് ഉള്ള പ്രധാനപ്പെട്ട ചട്ടമ്പികളെയും ഒക്കെ വിളിച്ചു വരുത്തുക, കുനിച്ചു നിർത്തി ഇടിക്കുക, വൈകുന്നേരം ഇങ്ങനെ വടിയും ഇതൊക്കെ ആയിട്ട് അടുത്ത കവലകളിൽ വന്ന് നിന്ന് ഒരു പ്രകടനം നടത്തുക, എല്ലാത്തിനെയും ഞാൻ വന്നിരിക്കുന്നു, എല്ലാവരും മര്യാദയ്ക്ക് അടങ്ങി ഇരുന്നോണം, ഇല്ലെങ്കിൽ കുനിച്ചു നിർത്തി ഇടിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഈ ലോക മാർക്കറ്റിൽ ഈ എന്താണ് ഗ്ലോബൽ നാൽക്കവലകളിൽ ഈ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബഹളം മുഴുവനും. അത് തന്നെ ഇപ്പം പിന്നെ വേറൊന്ന്, ഈ അമേരിക്കയ്ക്ക് അവിടെയാണ് നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ ഈ ആഭ്യന്തര വിഷയങ്ങൾ, പ്രത്യേകിച്ച് ക്രമസമാധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അവർക്കത് ചെയ്ത് പരിചയമില്ല. ഇപ്പം ഇവിടെ ഈ സജിമോൻ ആന്റണി പറഞ്ഞു, ആണ്ട് 67 മറ്റോ ആണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻസർജൻസി ഉണ്ടായത് എന്ന്. അവർക്ക് അറിയില്ല. 65 അതായത് ഡേറ്റകൾ ഇങ്ങനെയാണ്. 65 ഗവർണർമാർ ആവശ്യപ്പെടാതെ ഇത്തരത്തിൽ നാഷണൽ ഗാർഡിനെ ഉപയോഗിച്ചത്. 92 2020 ഗവർണർമാർ ആവശ്യപ്പെട്ടത് പ്രകാരം നാഷണൽ ഗാർഡിനെ ഉപയോഗിച്ചിട്ടുണ്ട്.
അതെ, പറഞ്ഞ ഇതാണെന്നേ. കാര്യം ഇങ്ങനെയുള്ള ഒരു കുറെ ഭയങ്കരമായ പവറുണ്ട്, ടെക്നോളജിക്കൽ പവറുണ്ട്, സാമ്പത്തിക ശക്തിയുണ്ട്. യെസ്. ഇതുകൊണ്ട് മാത്രം ഒന്നും ഒരു രാജ്യം ഭരിക്കാൻ അങ്ങനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ആത്യന്തികമായിട്ട് ഭരിക്കുന്നത് മനുഷ്യനെയും സമൂഹങ്ങളെയുമാണ്. അവിടെ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ അതിൻ്റെതായ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെതായ രീതിയിലാണ് സമീപിക്കേണ്ടത്. അതൊന്നുമില്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ സമനില നഷ്ടപ്പെട്ടവനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന എന്ത് ചലനങ്ങളും നമ്മുടെ ഇപ്പോൾ കാര്യം ഈ ഒരു ഗ്ലോബൽസ് പുതിയ ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ ആഗോള സമവാക്യങ്ങളിൽ ഈ അമേരിക്കയിലെ ചെറിയ ചലനങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും പ്രതിഫലിക്കും. അതുപോലെയാണ്, അത് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നടക്കട്ടെ, ട്രംപ് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ മാറിയിരിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇത് നമ്മളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരവിടെ ഉണ്ട്. ഒരു സാധാരണ ഒരു പ്രാദേശിക പ്രശ്നമാണിത്. ഇപ്പൊ സജീവൻ ആന്റണി പറഞ്ഞ പോലെ ഇതുകൊണ്ട് അമേരിക്ക കുലുങ്ങാനും ഒന്നും പോകുന്നൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതുപോലും എത്ര മാന്തി പുണ്ണാക്കി വലുതാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇവിടെ അമേരിക്ക ഒരു വലിയൊരു ഉദാഹരണമുണ്ട്. നമ്മളിപ്പം 2001 അവരുടെ 9/11 സമയത്ത് സത്യത്തിൽ ആ ജോർജ് ബുഷ് എത്ര പക്വതയോടുകൂടിയും എത്ര ഗംഭീരമായിട്ടുമാണ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത്. സത്യം നമ്മളത് ഓർത്തു നോക്കണം, ഓർക്കേണ്ട കാര്യമാണത്. ഇതുപോലൊരു മനുഷ്യനായിരുന്നു അന്ന് അവിടെ പ്രസിഡന്റ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് എങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രാദേശിക പ്രശ്നം. അതേപോലെ ഈ അനധികൃത കുടിയേറ്റം എന്നുള്ളത് അമേരിക്ക ഉള്ള കാലത്തോളം, അതിന് ചരിത്രത്തോളം പഴക്കമുണ്ട്. അതിന് അവരുടെ ഒരു വലിയ പ്രശ്നമാണ്, അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിന് ഒരുപാട് വലിയൊരു ചരിത്രമുണ്ട്. ഇത്രയും കാലത്തെ കാര്യം അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ചരിത്ര വസ്തുതകളെയൊക്കെ മുൻനിർത്തി വേണം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ള ഒരു അടിസ്ഥാന ബോധം പോലും ഇല്ലാതെയാണ് ഇവർ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തീർച്ചയായും ട്രംപിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഇത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേമാണ്. ആദ്യ ടേമിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്ത്, അതിൻ്റെ പോരായ്മകൾ ഉണ്ടാകാം. പക്ഷേ ആദ്യ ടൈമിൽ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ട്രംപിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു ലോകത്തധികവും സമാധാനമുണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സമാധാന പാതയിലേക്ക് ഇപ്പോൾ സംഘർഷഭരിതമായ ഇടങ്ങൾ പോലും വന്നേക്കാം എന്ന തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിലേറിയതിനു ശേഷം ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കടുംപിടുത്തങ്ങൾ അത് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നല്ലോ മുദ്രാവാക്യവും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ. പക്ഷേ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ, ഒന്ന്, ലോകത്ത് പല രാജ്യങ്ങൾക്കും അതിൽ അതൃപ്തി ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ താരിഫ് നയങ്ങളോട്. ഇപ്പോഴിതാ ഈ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്തിനകത്ത് തന്നെ വലിയ വിരുദ്ധമായ വികാരമുണ്ടാകുന്നു. അപ്പോൾ ട്രംപിൻ്റെ പ്രവർത്തികൾ അമേരിക്കൻ ജനതയെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നാണോ വായിച്ചെടുക്കേണ്ടത്? ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് വീക്ക്നെസ് ഓഫ് ട്രംപാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഇദ്ദേഹം ഈ താരിഫ് കൊണ്ടിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതിനോട് വളരെ അതിനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത് വെൽക്കം ചെയ്യാത്ത രീതിയിലോ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നു. അതിന് ഇപ്പം ഉദാഹരണമായിട്ട് കാനഡയിൽ മാർക്കോൺലി അധികാരത്തിൽ വന്നത് ആ താരിഫ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ട്രംപിനെതിരെ ക്യാമ്പയിൻ ചെയ്തത് മാത്രമാണ്. അപ്പം ആ ഒരു എക്സ്റ്റേണൽ അമേരിക്കയ്ക്ക് പുറത്ത് ട്രംപിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ 11 ഇദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്റർവ്യൂ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തെറ്റാന്ന് നമ്മുടെ കൗണ്ടർ പാർട്ട് പറയുന്നു. അപ്പോൾ മൊത്തമുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് മുഴുവൻ ഒരല്പം വയലേറ്റ് ആയ രീതിയിലാണ് സോഫാർ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അതിന്റെ സെക്കൻഡ് സ്റ്റേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻസ് തന്നെ ഇതിനെതിരെ ചലഞ്ച് ചെയ്തു തുടങ്ങി. രണ്ടാമത് ഇത് ഈ സജിമോൻ ആന്റണി പറഞ്ഞതാണ് ഒരു പക്ഷേ അതിന്റെ ഫാക്ട്. അതായത് ഈ മസ്കും ട്രംപും തമ്മിലുള്ള ആ ഫൈറ്റ് മാറ്റാൻ വേണ്ടി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ രണ്ട്, ഈ ഇമിഗ്രേഷൻ
ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മുഴുവൻ ഡിപ്പോർട്ട് ചെയ്യാന്നുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റിലാണ് അദ്ദേഹം അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ കടുത്ത വിയോജിപ്പ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ട്രീറ്റിൽ ഇറങ്ങിയിരിക്കുന്നവരാണ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടാമത് ഈ സാഹചര്യത്തെ ഇത്രയും പ്രൊവോക്കേറ്റീവായ രീതിയിൽ യൂസ് ചെയ്യേണ്ടതിന്റെ യാതൊരു കാരണവും ട്രംപിനില്ലായിരുന്നു. രണ്ടാമത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മൊത്തമായി ആ രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോസിബിൾ. ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ലെന്ന് അഡ്മിനിസ്ട്രേഷന് കൃത്യമായി അറിയാമെന്നുള്ള ഒരു ഏതാണ്ട് ഒരു ധാരണയാണ് എനിക്കുള്ളത്. അതിന്റെ കാരണം ഈ ഇത്രയും ആളുകളെ ഒരു വാസ്റ്റ് കപ്പാസിറ്റിയിൽ ഇവരെ പുറത്താക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അതിൻ്റെ ഒരു കാരണം കാലങ്ങളായി ഇവരൊക്കെ അവിടെ ജനിച്ചു വളർന്നവരും അവിടെ ഉണ്ടായവരൊക്കെ. ഇപ്പൊ നമ്മുടെ ഒരു CIA ഒരു സിമിലർ സിറ്റുവേഷനാണിത്. അതായത് ഈ ആളുകളെ പുറത്താക്കുക, ഇത് പ്രായോഗികമായി നടക്കില്ല. ഇത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹത്തിന് ഇതിലൊരു സ്റ്റാൻഡ് എടുക്കാം എന്ന് അദ്ദേഹം വെക്കുന്ന ആ തുടക്കത്തിൽ അദ്ദേഹം കുറെ ഗിമിക്കുകളൊക്കെ കാണിച്ചു. ഇന്ത്യയിലെ കുറെ ആളുകളെ ഡിപ്പോർട്ട് ചെയ്തു, പല രാജ്യങ്ങളിലേക്കും ആളുകളെ ഡിപ്പോർട്ട് ചെയ്തു. ഈ ഡിപ്പോർട്ട് ചെയ്ത് അതങ്ങ് നിന്നിരുന്നു. അതിന്റെ ആ ഒരു ഫേസ് അങ്ങ് മാറി. ആ ഫേസ് മാറിക്കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് ഇദ്ദേഹം കാം ഡൗൺ ആയി. അപ്പോഴാണ് ഈ താരിഫ് വിഷയം ഉണ്ടാകുന്നത്. താരിഫ് വിഷയത്തിൽ ലോകരാജ്യങ്ങളെല്ലാം പുള്ളിക്കെതിരാകുന്നു. ഇപ്പം വീണ്ടും അടുത്ത വിഷയം ഇന്റേണൽ കോൺഫ്ലിക്റ്റിലാണ് ഇദ്ദേഹം. അതായത് ഈ ലോ ഇൻവോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 4-5 പ്രാവശ്യമാണ്. ഒന്ന് എബ്രഹാം ലിങ്കന്റെ കാലത്ത്, പിന്നീട് അവിടെ റേഷ്യൽ ഹേറ്റഡ് ഉണ്ടായപ്പോൾ, രണ്ടാമത് ഒരു റേസിസ്റ്റ് ആയുള്ള ഒരു ഓഫീസറെ വെറുതെ വിട്ടതിന്റെ പേരിൽ പീപ്പിൾ ടുക്ക് ടു ദ സ്ട്രീറ്റ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതില് അവിടുത്തെ ഗവർണർ പറയുന്നത് ഇവിടെ ഈ ഫോഴ്സിനെ ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. അതെ. അതുപോലെ തന്നെ അതിൽ അവരുടെ ഒരു BBC-ക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ അവിടുത്തെ ഒരാൾ പറഞ്ഞതാണ്, അവരുടെ പേര്, അതായത് യുണൈറ്റഡ് ലീഗ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ സിറ്റിസൺസ് അസോസിയേഷന്റെ ചെയർ BBC-ക്ക് കൊടുത്ത റിപ്പോർട്ടാണ്, കൊടുത്ത ഇന്റർവ്യൂ ആണ്. നോ നീഡ് ഫോർ ഡൊണാൾഡ് ട്രംപ് ടു ഡിപ്ലോയ് ദി നാഷണൽ ഗാർഡ് വെൻ ദർ ആർ 17,000 പോലീസ് പേഴ്സണൽസ് ഇൻ ലോസ് ആഞ്ചലസിൽ 17,000-ൽ പരം പോലീസ് ഓഫീസേഴ്സ് ഉള്ളപ്പോ ഈ 2,000 പേരെ ഇങ്ങോട്ട് ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഇത് മനഃപൂർവ്വം എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിന് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടിയുണ്ട്. അവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടുവെന്നും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നേരിട്ട് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി ഹി കാൻ. ഇത് ഫെഡറൽ സ്റ്റേറ്റ് ആണ്. അദ്ദേഹം ഇമ്പോസ് ചെയ്യാൻ, ഇവരുടെ കൺസെന്റ് ഇല്ലാതെ ഈ സാധനം അവിടെ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോസ് ചെയ്ത സമയമാണ് ഞാൻ ഈ പറഞ്ഞത്. അതേ രീതിയിൽ ഡ്രാസ്റ്റിക് ആയ ഒരു സിറ്റുവേഷൻ അല്ല അവിടെ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. അതായത് അവിടെ മജോറിറ്റി ഓഫ് ആളുകൾ മൈഗ്രൻസ് ആണ്, അല്ലെങ്കിൽ മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ബ്രിട്ടനിൽ ബർമിംഗ്ഹാം എന്ന് പറയും പോലെയോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ എന്ന് പറയും പോലത്തെ ഒരു സ്ഥലമാണിത്. അവിടെ പെട്ടെന്ന് 3000-ൽ കൂടുതലുള്ള ആളുകളെ ഒരു ഡേ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ട്രിഗർ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാവും. ജനങ്ങൾ പീപ്പിൾ വിൽ ടേക്ക് ടു ദ സ്ട്രീറ്റ്. ഇവിടെ ബ്രിട്ടനിൽ കഴിഞ്ഞ വർഷം സമ്മറിൽ ഉണ്ടായില്ലേ? അപ്പോഴത്തേക്കും ജനങ്ങൾ കൃത്യമായി സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ ഇത് ഇമ്പോസ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിൽ ലോസ് ആഞ്ചലസിലെ ഗവർണറുടെ റെസ്പോൺസ് ആണ് കേൾക്കേണ്ടത്. അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ്, അതൊരു എക്സിൽ കുറിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, കം ആൻഡ് ടു അറസ്റ്റ് മീ, ഐ വോണ്ട് സ്റ്റോപ്പ്. അതായത് ആ കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ല ട്രംപിനെ അല്ല. ഒരു ഗവർണർ ആ സൊസൈറ്റിയിൽ ഈ ലോസ് ഏഞ്ചലസിലുള്ള എല്ലാ കമ്മ്യൂണിറ്റി ഒരുപോലെ പുള്ളിക്ക് അഡ്രസ് ചെയ്യണം. അതിൽ ട്രംപ് പറയുന്ന അപ്പടി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല, ഈ ഗുരുതരമായ അതായത് ഈ മറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഒഴിവാക്കാൻ ട്രംപ് വേഴ്സസ് മക്സ് ആ വിഷയം ഒന്ന് സെറ്റിൽ ചെയ്യാൻ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പാണ്. അത് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ട്രംപിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹം ഇട്ടാണ്, ഇഫ് ദേ കാൻ കൺട്രോൾ വിൽ കോൾ ദ ട്രൂപ്സ് ഇൻ. അതായത് ആർമിനെ വിളിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിലേക്ക് ഈ വിഷയം എത്തിയിട്ടില്ല. ഇദ്ദേഹം കൃത്യമായി ടോപ്പിക് ഡൈവേർട്ട് ചെയ്യാൻ, യഥാർത്ഥമായ പ്രശ്നം അഡ്രസ് ചെയ്യാതെ ഈ വിഷയത്തിൽ മസ്ക് വേഴ്സസ് ട്രംപ് ഒഴിവാക്കാൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണ്. അതാണോ ശ്രീ സജിമോൻ ആന്റണി? അതായത് ഇപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലാണല്ലോ വ്യാപകമായി റെയ്ഡ് നടക്കുന്നത്. എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഏതാണ്ട് 1/3 കുടിയേറ്റക്കാരൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ
ഈ ട്രംപ് ആഹ്വാനം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്ന തരത്തിലോ ഒക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യുക, അത് അവിടുത്തെ ഈ സംഘത്തിന്, ഉദ്യോഗസ്ഥ സംഘത്തിനൊക്കെ സാധിക്കുന്ന ഒന്നാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ. ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇത്രയധികം ആളുകളെ ഓരോ ദിവസവും അറസ്റ്റ് ചെയ്യുക, അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുക, ഇതൊക്കെ സാധിക്കുന്ന ഒന്നാണോ? അല്ല, അതിനൊരു മറുപടി കൃത്യമായി ഞാൻ പറയാം. ഈ സിറ്റി ഓഫ് ഗ്ലാൻഡെയിൽ ഇൻ കാലിഫോർണിയ ഒരു സിറ്റിയാണ്. അവര് they have announced they will terminate the contract with the Department of Homeland Security and Immigration and Customs Enforcement. ഈ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുമായിട്ടുള്ള കോൺട്രാക്ട് അവർ കട്ട് ചെയ്യാണ്. അതിന്റെ കാരണം ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. അപ്പൊ സ്വാഭാവികമായും ഇവരുമായി ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ സിറ്റി തന്നെ ലീഡ് ചെയ്ത് ഇവരുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കളയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതേ രീതിയിൽ ഒരു മാസ് രീതിയിൽ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. ഇത് നടക്കാൻ പോകുന്നത്, ഇത് പ്രായോഗികമായി നടക്കില്ല. തീർച്ചയായും. അഡ്വക്കേറ്റ് ബൈജു, ഞാൻ തിരികെ എത്താം. ശ്രീ സജിമോൻ ആന്റണി, എന്താണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലോൺ മസ്കുമായുള്ള സംഘർഷം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഫണ്ടിംഗ് ഉൾപ്പെടെ മുഴുവൻ ഇലോൺ മസ്ക് ആയിരുന്നു, എന്തായിരുന്നു എന്നതറിയാം. അതിനുശേഷം വന്ന ട്വിസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ അസാധ്യമെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കരുതി അത് അസാധ്യമാണോ എന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ 1/3 വരുന്ന ഒരു വിഭാഗത്തെ ഈ ട്രംപ് പറയുന്ന പോലെ അത്ര നിസ്സാരമായൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? അവിനാശ്, ഇമിഗ്രേഷൻ ഒരു സങ്കീർണമായ ഇഷ്യൂ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, അത് അമേരിക്കയിൽ ഇന്നത്തെ തുടങ്ങിയ പ്രശ്നമല്ല, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഉറുമ്പിനെ കൊല്ലാനായിട്ട് AK-47 ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആൻസർ ഈസ് നോ. ഒന്ന്. അപ്പൊ ഞാൻ മുമ്പേ ഇതുവരെ പറഞ്ഞ പാനലിസ്റ്റിനോട് 1-2 കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവിടെ കാലിഫോർണിയയുടെ ഒരു പ്രസക്തി? കാലിഫോർണിയയിൽ ഫെഡറൽ ഗവൺമെന്റിലേക്ക് 600 ബില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 700 ബില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 600 ബില്യൺ തിരിച്ചെടുക്കുന്ന സംസ്ഥാനമാണ്. മീൻസ് 610 സംതിങ്, മീൻസ് ഒരു 85 ബില്യണോളം സർപ്ലസ് കോൺട്രിബ്യൂഷൻ ഫെഡറൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു വലിയ സംസ്ഥാനമാണ് കാലിഫോർണിയ. അതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ സാധാരണഗതിയിലുള്ള വരട്ടൊന്നും കാലിഫോർണിയയിൽ നടക്കുകയില്ല എന്നുള്ളതാണ് ഫാക്ട് നമ്പർ 1. നമ്പർ 2, അതൊരു സോളിഡ്ലി ബ്ലൂ സ്റ്റേറ്റ് ആണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും റിപ്പബ്ലിക്കനുള്ള ആൾക്കാർ പറയും ഈ ബ്ലൂ ആയിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം വളരെ മോശമാണ്, അവിടെ ഒരു വ്യവസ്ഥയുമില്ല എന്നൊക്കെ പറഞ്ഞാലും അതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഫാക്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലെ ഏറ്റവും 5 വലിയ മെഗാ കോൺട്രിബ്യൂഷൻ മീൻസ് ഫെഡറൽ ഗവൺമെന്റിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സംസ്ഥാനമാണ് കാലിഫോർണിയ, പിന്നെ വരും ന്യൂയോർക്ക്, പിന്നെയോ ടെക്സസും ഫ്ലോറിഡയും ഒക്കെ വരുന്നത്. അപ്പൊ അതൊരു ഫാക്റ്റ് ആണ് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രംപ് വിതൗട്ട് ഗാർഡ് റെയിലാണ്. 2016-20 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന അഡ്വൈസേഴ്സും സീനിയർ സെക്രട്ടറീസും ഉപദേഷ്ടാക്കളും ഒക്കെ അവർ സീസൺഡ് പ്രൊഫഷണൽസ് ആയിരുന്നു. അപ്പൊ അന്നത്തെ ആ ഒരു ക്രൈറ്റീരിയയിലല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ 2024-28 ഉന്നം വെക്കുന്നത്. ഈ ഒരു സമയത്ത് ട്രംപിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സെക്രട്ടറിയുടെയും പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. ആരാണ് ലോയൽ ആയിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് അവരെ മാത്രമുള്ള ഒരു അഡ്മിനെയാണ് ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സങ്കീർണമായ ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രംപിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു 90% അല്ല 100% അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് മാത്രം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് പ്രൊട്ടസ്റ്റിന്റെ കാര്യം മുമ്പേ ആരും പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണിത്. അതായത് അമേരിക്കയിൽ ഒരു ലോലെസ് കൺട്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒരു സമരം വരുമ്പോൾ പോലീസുകാർ വേണേൽ വന്ന് അടിക്കും, ഇടിക്കും, തൊഴിക്കും, അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞത് വളരെ സ്ട്രോങ് ആണത്. നമുക്ക് ഇൻഡിപെൻഡൻസി ഉണ്ട്, നമുക്ക് ട്രംപിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ചാനലിന് ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യാം, അവരോട് ഡിസഗ്രി ചെയ്യാം, അവർക്കെതിരെ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ ഫസ്റ്റ് അമെന്റ്മെന്റ് ഉണ്ട്, നമുക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്നാൽ ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മളെ ഒന്ന് അടിക്കാനോ കുത്താനോ വെടിവെക്കാനുള്ള റൈറ്റ്സ് ചുമ്മാ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സങ്കീർണമായ ഒരു ഇഷ്യൂ ആണെങ്കിലും ഗവൺമെന്റ് എത്ര സ്ട്രോങ് ആണെങ്കിലും ആ പോലീസുകാരുടെ ജോലി പോകും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അത് ഈ ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഹ്യൂമൻ റൈറ്റ്സ് എപ്പോഴും നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയത്തില്ല. ഓക്കെ. പിന്നെ അടുത്ത ഒരു കാര്യം പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ
ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ ആ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ വിചാരിക്കും പലപ്പോഴും അമേരിക്ക അല്ലെ ബ്രിട്ടൻ അല്ലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ പൊട്ടന്മാരാണ്, എന്തുകൊണ്ടാണ് ഈ ഇമിഗ്രേഷനെ ലീഗലിയോ ഇല്ലീഗലിയോ അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരു ഇക്കണോമിക് റീസൺ ഉണ്ട് അതിനകത്ത്. നമ്മൾക്ക് ഒരു ഏത് രാജ്യം മുന്നോട്ട് പോകണമെങ്കിലും ഏത് ഇക്കണോമി മുന്നോട്ട് പോകണമെങ്കിലും എൻ്റെ അറിവനുസരിച്ച് ഏകദേശം 1.7 അല്ലെ ഓൾമോസ്റ്റ് 2% റേഷ്യോയിലെങ്കിലും ഇത് ജനസംഖ്യ കൂടിയാൽ മാത്രമേ വരത്തുള്ളൂ. അതിന്റെ പ്രൊഡക്ടിവിറ്റി 1.7 ആണ് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോ 2 എന്ന് കൂട്ടിക്കോളൂ. അപ്പം രണ്ടുപേരെ പ്രൊഡ്യൂസ് ചെയ്താലോ ആ ഒരു ഇക്കണോമി മുന്നേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണ് ബർത്ത് റേറ്റ് കുറയുന്ന പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രികളിൽ, അമേരിക്ക ഉൾപ്പെടെ ഉള്ളിടത്ത് അവര് ഇതിനെ ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമിഗ്രേഷനെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മുമ്പേ വേറൊരു കാര്യം പറയാനുള്ളത്, അത് മുമ്പേ പറഞ്ഞതിനെ ഒന്നുകൂടി ഞാൻ റീഎംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇല്ലീഗൽ ഇമിഗ്രേഷനെ നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് അവരെ ഡ്യൂ പ്രോസസ്സിനുള്ള റൈറ്റ്സ് കൊടുക്കാതെ അവരെ നമുക്ക് തോന്നുന്ന പോലെ മസിൽ പിടിച്ച് ചെയ്യുന്ന ആ ഡ്യൂ പ്രോസസ്സിനാണ് ഇവിടെ എതിർക്കുന്നത്. അതോടൊപ്പം അമേരിക്കയിലും മൊത്തത്തോടെ കലാപമാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആൻസറോട് എനിക്ക് പറയാനുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പാണ് ന്യൂയോർക്കിലാണ് തുടങ്ങിയത്. ഞാൻ അവിടുന്ന് ഒരു 10-15 മൈലോ ദൂരേ ഉള്ളൂ. അവിടുത്തെ മേയറാണ് ഇവിടുത്തെ ഐസ് ഡിറ്റൻഷൻ ഫെസിലിറ്റിയിലേക്ക് ഒരു വിസിറ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉന്തും തള്ളും നടക്കുകയും അതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നായിരുന്നു അത്. എന്നാൽ അത് 2-3 ദിവസം കൊണ്ട് അത് കെട്ടടങ്ങി. അതിനുശേഷം ഉള്ള ഒരു മേജർ ഏരിയ ആയിട്ട് ന്യൂയോർക്കിൽ വന്നായിരുന്നു. പിന്നെയാണ് ഈ LA-യിലേക്ക് വരുന്നത്. എന്നാൽ ഇതൊരു അക്രമാസക്തമായി അൺകൺട്രോൾ ആയിട്ട് പോകുന്ന ഒരു സിനറിയിലേക്ക് അല്ല ഇപ്പൊ പോയിരിക്കുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവിടെ എടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഗ്രൂപ്പിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇല്ലീഗൽ ആയിട്ട് അവർ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാവരും ഡിസ്പേഴ്സ് ചെയ്യാൻ പോകണം എന്ന് ആവശ്യപ്പെട്ടു. താങ്കൾ അത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നുകൂടി, അതായത് ഇതിലിപ്പോൾ ഈ പ്രതിഷേധവുമായി എത്തുന്നത് രാഷ്ട്രീയ എതിരാളികളാണോ, അതിനപ്പുറത്ത് പബ്ലിക്കായ, അതായത് യൂത്ത്, സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ ഒരു സാമാന്യ ജനത്തിന്റെ പ്രതിഷേധമാണോ ശക്തമായിട്ടുള്ളത്? അഭിലാഷ്, ഇതൊരു സ്റ്റുഡന്റ് പ്രൊട്ടക്സ്റ്റ് അല്ല ബേസിക്കലി. എന്നാൽ ഒരു സ്റ്റുഡന്റിന്റെ ഇഷ്യൂ വന്നായിരുന്നു. കാരണം ഒരു 12 വർഷം ഇവിടെ അമേരിക്കയിൽ സ്കൂളിൽ പഠിച്ച ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ഡിറ്റൈൻ ചെയ്തു കഴിഞ്ഞ 4 ദിവസമായിട്ട്. അപ്പം അദ്ദേഹത്തെ ഇറക്കണം എന്നുള്ള രീതിയിലുള്ള ഡിമാൻഡ് വന്ന് അതിന്റെ റീസൺ അദ്ദേഹം ഇവിടെ ലീഗലാണ്, പക്ഷേ വിസ എക്സ്പയർ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫാദർ ഇല്ലീഗലായി വന്ന ഒരു ബ്രസീലിയൻ ആയിരുന്നു. അപ്പൊ അതിനെതിരെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവസാനം ആ ഹൈസ്കൂൾ വിദ്യാർത്ഥി വിട്ടയക്കുകയാണ് ചെയ്തത് വിത്ത് സം കണ്ടീഷൻസ്. അപ്പൊ അതൊരു വേറൊരു സൈഡ്. ഇന്നലെ നോക്കുമ്പോൾ ഈ റിപ്പോർട്ട്സ് 3 രീതിയിലുണ്ടായിരുന്നു. ഒന്ന്, ഈ ലാറ്റിൻ അമേരിക്കൻ ആൾക്കാരെ ഇല്ലീഗൽസിനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതിഷേധമായിട്ട് തുടങ്ങിയെങ്കിലും അതിനകത്ത് ചില സമയത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പാലസ്തീൻ അനുകൂലികൾ ഇതിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് മുതലെടുക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു സംസാരവും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാലസ്തീന്റെ പതാകയും മെക്സിക്കോയുടെ പതാകയും ഒക്കെ ഇച്ചിരി ഒരു സിമിലാരിറ്റി ഉണ്ട്. പച്ച കളർ അതിനകത്തുണ്ട്, റെഡും ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. മൂന്നാമത്, എവിടെ അക്രമം നടന്നാലും കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കുന്ന ചില ബാഡ് എലിമെന്റ്സ് എപ്പോഴും കാണും. അത് അമേരിക്കയിലും ഇന്ത്യയിലും എല്ലായിടത്തും കാണും അത്. അപ്പൊ ആ ബാഡ് എലിമെന്റ്സ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇതിനെ ഒരു അവസരമായിട്ട് മുതലെടുക്കാനുള്ള ഒരു ശ്രമവും നടന്നു. അതിന്റെ ഫലമായിട്ടാണ് 3-4 കാറ് കത്തിക്കുകയും 1-2 ഷോപ്പുകളൊക്കെ അവർ കൊള്ളടിക്കാൻ ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ തന്നെ ഈ ഇപ്പോൾ കാലിഫോർണിയ ഗവർണർ അതിരൂക്ഷമായ വിമർശനമാണ് ട്രംപിന് നേരെ ഉന്നയിക്കുന്നത്. കലാപം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിയത് എന്നുള്ളതാണ്. ഭ്രാന്തൻ നീക്കങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന വിമർശനം ഉയരുന്നു. ലോസ് ഏഞ്ചൽസിൻ്റെ ഗവർണറും ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ചില വിഷയങ്ങളിൽ നിന്ന് ഒരല്പം ശ്രദ്ധ മാറ്റുക. ഇപ്പോൾ താരിഫ് നിയമത്തിൽ ട്രംപ് തുടക്കത്തിൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, പ്രത്യേകിച്ച് ചൈനയടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ. അതിനുശേഷം അത് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒരല്പം പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി എന്നൊന്നും നമുക്ക് പറയാനും സാധിക്കില്ല. ഇവിടെ ഇപ്പോഴും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുന്നുണ്ട്, പലരെയും പറഞ്ഞയക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലും വലിയ തോതിൽ, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വലിയ തോതിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണിത്. അപ്പോൾ അങ്ങനെയൊരു സൃഷ്ടിയായി, അല്ലെങ്കിൽ അത്തരമൊരു സൃഷ്ടിയാണോ ഇപ്പോഴത്തെ ഈ ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നും സംശയിക്കേണ്ടി വരുമോ? കാലിഫോർണിയയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ വേണമെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, അല്ലെങ്കിൽ അതിൻ്റെ ആ
ഒരു കാര്യം മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ ദേശീയ ശ്രദ്ധ അതിൽ നിന്നും ചെറിയ രീതിയിൽ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടെൻഷൻ, ആർട്ടിഫിഷ്യലി ജനറേറ്റഡ് സെനാരിയോ ആണെന്ന് വാദിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനതിനെ കാണുന്നത് കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥതലങ്ങളിലാണ്. ഇവിടെ ഒരു അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ രീതിശാസ്ത്രങ്ങൾ മാറുന്നു. നോക്കൂ, അമേരിക്കയുടെ പോളിസി, വർഷങ്ങളായി അമേരിക്കയുടെ പോളിസി മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി. അതൊരു ഫോറിൻ പോളിസി ഡിക്റ്റമാണ്. അതായത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ജനാധിപത്യവൽക്കരിക്കാനുള്ള നിയോഗം തങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? അമേരിക്ക എന്ന രാജ്യം ഉദാത്തമായ ജനാധിപത്യ ഫെഡറൽ മാതൃകകൾ പിന്തുടരുമ്പോൾ അതേപോലെയുള്ള ആരോഗ്യപരമായ മാതൃക ലോകത്തിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ അനുശാസിക്കുന്നു. അതിനുവേണ്ടി ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ബലപ്രയോഗങ്ങൾ നടത്താനും അമേരിക്ക സന്നദ്ധമാണ് എന്നാണ് മുൻകാലങ്ങളിൽ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും പ്രസിഡന്റുമാരുടെ നയം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ട്രംപ് 2.0 നേതൃത്വത്തിൽ ആ രീതിശാസ്ത്രത്തിന് മാറ്റം വന്നിരിക്കുന്നു. അഗ്രസീവായ ഫോറിൻ പോളിസിയും അതിലൊരു ഭാഗം ഇക്കോണമിയാണ്, ട്രേഡാണ്, അതിൽ ഒരു ബിസിനസ് അഗ്രഷനാണ് കാണുന്നത്. അതിശക്തമായ വിലപേശലിന് വേണ്ടി ടാരിഫിനെ ഉപയോഗിക്കുന്നു. എന്നിട്ട് സ്കെയിലിംഗ് ഡൗൺ പറഞ്ഞ വാക്ക് അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഡീലിലെത്തുന്നു. അപ്പം ഇതൊരു ടിപ്പിക്കൽ ബിസിനസ്സുകാരൻ്റെ ഡീൽ ശാസ്ത്രമാണ്. അതൊരു പക്ഷേ ബിസിനസ് നെഗോസിയേഷനിൽ, ഇൻ്റർനാഷണൽ നെഗോസിയേഷനിൽ ആ ചട്ടിയിൽ ആ പരിപ്പ് ചിലപ്പം വേവും. പക്ഷേ ആഭ്യന്തരമായി അമേരിക്കയ്ക്കുള്ളിൽ ഡീല് ചെയ്യേണ്ടത് അമേരിക്കയിലെ ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറിനോടാണ്. അവിടെ എത്രയോ കാലമായി, നൂറ്റാണ്ടുകളായി അവിടെ കടന്നു വന്ന 1500-കൾ മുതൽ എത്രയോ 5 നൂറ്റാണ്ടുകളായി അമേരിക്കയിലേക്ക് കടന്നു വന്നവരും അവരുടെ പിന്മുറക്കാരുമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഓൾ അമേരിക്കൻസ് ആർ ഇമിഗ്രൻസ് അല്ലേ? അമേരിക്കയിലെ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ വംശജർ അല്ലാത്ത എല്ലാവരും തന്നെ, ബ്ലാക്സ് ആൻഡ് ദ വൈറ്റ്സ് ആൻഡ് ദ കളേർഡ് ആൻഡ് ഇന്ത്യൻസ് ആൻഡ് ഏഷ്യൻസ്, ഓൾ ആർ ഇമിഗ്രൻസ് ഇൻ വൺ ഫോം ഓർ ദി അതർ. അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ശത്രുവായി കണ്ടുകൊണ്ട് അവിടെയാണ് ആ ഭാഗം. ഈ ജനാധിപത്യ ക്രമത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വൈദേശിക ശത്രുവിനെ നോക്കി നമ്മൾ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിന് ഓക്കെയാണ്, അതെല്ലാം അനുവദനീയമാണ്. പക്ഷേ ആഭ്യന്തര ശത്രുവിനെ ചൂണ്ടിക്കാട്ടി രാജ്യത്തിനുള്ളിൽ ഒരു പോളറൈസേഷൻ സംഭവിപ്പിക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണ്. ഇവിടെ ട്രംപിൻ്റെ പൂർണ്ണമായ ഏകാധിപത്യമെന്ന് എനിക്ക് പറയാനാവില്ലെങ്കിലും ഈ ഒരു ആഭ്യന്തരമായി നമുക്കൊരു ശത്രുവുണ്ട്. അത് അനധികൃത കുടിയേറ്റക്കാരാണ്. അവരിൽ മഹാഭൂരിപക്ഷവും ഹിസ്പാനിക് വംശജരാണ്, മെക്സിക്കോയിൽ നിന്ന് കടന്നു വന്നവരാണ്. അവരോട് ഒരു രീതിയിലും ദയവും ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വൈറ്റ് അമേരിക്കൻ പോപ്പുലേഷൻ, അവരുടെ കൺസോളിഡേഷൻ, അതുപോലെ തന്നെ ഒരു വിതിൻ കോട്ട് സക്സസ്ഫുൾ അമേരിക്കൻ പോപ്പുലേഷൻ, അവരുടെ കൺസോളിഡേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ കൺസോളിഡേഷൻ ഇൻ എൻ ഇന്നിമിറ്റബിൾ വേ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഔട്ട് ആൻഡ് ഔട്ട് ബ്ലൂ സ്റ്റേറ്റായ, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റായ കാലിഫോർണിയയെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു സൂചനയാണോ? ഇതൊരു ഏർലി ഇൻഡിക്കേഷനാണ്. അത്രയൊന്നും ആഴത്തിൽ പലപ്പോൾ ആരും ഒരുപക്ഷെ ഈ സ്റ്റേജിൽ അങ്ങനെ ചിന്തിക്കില്ല. കാലിഫോർണിയയെ നോക്കി വിരൽ ചൂണ്ടുകയാണ്. കാലിഫോർണിയ, ലുക്ക്, യു കനോട്ട് ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ. ഇഫ് യു കാൺട്ട്, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ സെൻഡ് ഫോഴ്സ്. ഇതൊരു തരം അഗ്രഷനാണ്, ഫെഡറൽ അഗ്രഷനാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫെഡറൽ അമിറ്റി, ഫെഡറൽ പാരിറ്റി, ഫെഡറൽ റെസ്പെക്ട്, ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ട്രംപ് എന്ന പ്രസിഡൻസിയുടെ ഒരു പവർ അല്ലെങ്കിൽ മാഗ്നിഫിസന്റ് പ്രസിഡന്റ്, ഞാനിതാ കൽപ്പിക്കുന്നു, ആ രീതിയിൽ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന രീതിയിലല്ല അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, 13 സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് കോൺഫെഡറേഷനും പിന്നീട് 50 രാജ്യങ്ങളായി 50 സംസ്ഥാനങ്ങളായി വ്യാപിച്ചുകൊണ്ട് അമേരിക്കയൊക്കെ ഉണ്ടായപ്പോഴുള്ള ഒരു പരസ്പര ബഹുമാനമുണ്ടല്ലോ. ആ ബഹുമാനം നിലനിർത്തുന്നിടത്തോളം കാലം മാത്രമേ അമേരിക്കയ്ക്ക് ഈ രൂപത്തിൽ നിൽക്കാനാവൂ. അതുകൊണ്ടാണ് പറയുന്നത് കാലിഫോർണിയ പോലെ ഒരു സംസ്ഥാനത്തെ, അവിടെ ഒരു കളർഫുൾ സ്റ്റേറ്റ് ആണത്, റിച്ച് സ്റ്റേറ്റ് ആണ്, അഫ്ലുവൻറ്റ് സ്റ്റേറ്റ് ആണ്, പ്ലൂറലിസ്റ്റിക് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടി കളർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിനെ തിരഞ്ഞുപിടിച്ച് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കാലിഫോർണിയ ഗവർണർ ആൻഡ് ലോസ് ആഞ്ചലസ് സംസ്ഥാന ആ സിറ്റിയുടെ മേയർ, ഇവരൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരാണ്. അവരുടെ വാക്കുകളെ അവർ പറയുന്നു, വി വിൽ ഹാൻഡിൽ ഇറ്റ്. ഞങ്ങളുടെ ഇവിടുത്തെ അവൈലബിൾ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ
ആവാത്ത ഒന്നല്ല. Right, right. അവർക്ക് ആവില്ല. അതുകൊണ്ട് ദേശീയ സൈന്യം തന്നെ വരണം, അല്ലെങ്കിൽ ഫെഡറൽ ഗാർഡുകൾ, നാഷണൽ ഗാർഡ് തന്നെ വരണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനുള്ളിൽ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. അമേരിക്കയുടെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ, ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു. അത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. ലോകരാജ്യങ്ങൾക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയോട് എങ്ങനെ ഡീൽ ചെയ്യുമെന്നതിനെക്കുറിച്ച് ഇപ്പം ട്രേഡാണല്ലോ ഒക്കെയാണ്. പക്ഷേ അമേരിക്കയുടെ ഇമിഗ്രേഷൻ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ലോക രാജ്യങ്ങൾ അക്കാര്യത്തിൽ കുറച്ചുകൂടി ഗാർഡഡ് അപ്രോച്ച് എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാലിഫോർണിയ അല്ലെങ്കിൽ ലോസ് ഏഞ്ചൽസിൽ നിന്നൊക്കെ വലിയ വിമർശനമാണ് ട്രംപിന് നേരെ ഉയരുന്നത്. അവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധവും പോയിട്ടില്ല. അത് നമ്മുടെ പ്രതിനിധി തന്നെ ശ്രീ സജിമോൻ ആന്റണി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്താണ്? വേണ്ടി വന്നാൽ ഇനി നാഷണൽ ഗാർഡ്സിൻ്റെ ഉന്നത വിഭാഗത്തെ, മെറീനുകൾ, അവരെ അടക്കം പ്രയോഗിക്കാൻ എനിക്ക് മടിയില്ല, വേണ്ടി വന്നാൽ അത് പ്രയോഗിക്കും എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും നിലനിർത്തുക, അതായത് പ്രതിഷേധമുണ്ടായാൽ അതിനെ അടിച്ചമർത്തുക, ഈ വിഷയത്തെ നിലനിർത്തുക എന്നൊരു ലക്ഷ്യം ട്രംപിനുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഇവിടെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെയൊരു ട്രംപിസം അവിടെ ഉണ്ട് എങ്കിൽ, അതിന് ട്രംപ് ശ്രമിക്കുന്നുവെങ്കിൽ അത് അമേരിക്ക പോലെ ഒരു രാജ്യത്ത് നടക്കുന്ന ഒന്നാണോ, വിജയിക്കുന്ന ഒന്നാണോ? നോക്കൂ, ഈ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കാട്ടിൽ കൂടുതൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനം നേടുക എന്നുള്ളതാണ്. ഇപ്പം അബ്രഹാം ലിങ്കൺ, ഹാരി എസ് ട്രൂമാൻ, തിയഡോർ റൂസ്വെൽറ്റ്, ജോൺ എഫ് കെന്നഡി, ഇങ്ങനെയുള്ള ലെജൻഡറി ആയുള്ള പ്രസിഡന്റുമാരുടെ ഇടയിൽ അങ്ങനെയുള്ള ആ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ കാര്യം ഇനിയും ട്രംപിന് അവസരമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അവസരമാണ്. 2 പ്രാവശ്യം ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ കഴിയുള്ളൂ. ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഈ 4 വർഷം തൻ്റെ ആ ഒരു എന്താണ് ഒരു വലിയ മൈറ്റ് തെളിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം മാതൃകയാക്കാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം നരേന്ദ്രമോദിയെയാണ്. അതിപ്പോൾ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 10 വർഷം ഭാരതത്തിലുണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. അതായത് ഈ നരേന്ദ്രമോദി ഏറ എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി ആയി കഴിഞ്ഞു. വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ചരിത്രം ഇവിടെ രചിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് അതുപോലെ തൻ്റെ കാലഘട്ടം, താൻ ഭരിച്ചിരുന്ന കാലഘട്ടം അമേരിക്കയുടെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമാണ്. അമേരിക്കൻ ദേശീയത, മേക്ക് അമേരിക്ക പ്രൗഡ് അഗെയിൻ, ഗ്രേറ്റ് അഗെയിൻ, എങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇതുപോലെയുള്ള കുറേ ആക്ഷൻസും അമേരിക്കൻ മൈറ്റിനെ കൂടുതൽ അങ്ങോട്ട് ഉയർത്താനും പണ്ട് ജോൺ എഫ് കെന്നഡി ചെയ്തതാണ്. ജോൺ എഫ് കെന്നഡി 60കളിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അതിഭീകരമായ ശീതയുദ്ധം നടക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു അമേരിക്കക്കാരനെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരും എന്ന്. അത് സാധിക്കുക തന്നെ ചെയ്തു. അത് കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് സാധിക്കുക തന്നെ ചെയ്തു. അത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഒരു വലിയ സുവർണ ലിപികളിൽ കുറിക്കപ്പെട്ട ഒരേടാണത്. അതുപോലെ ട്രൂമാൻ, ഹാരി എസ് ട്രൂമാൻ്റെ ഒക്കെ, തിയഡോർ റൂസ്വെൽറ്റും ഒക്കെ അങ്ങനെ ചരിത്രം കുറിച്ച, ചരിത്രം രചിച്ച, അമേരിക്ക ഉള്ള കാലത്തോളം, ലോകമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരാണ് അവരൊക്കെ. എത്ര അമേരിക്കൻ പ്രസിഡന്റുമാർ വന്നുപോയി, എത്ര പേരെ നമുക്ക്. പക്ഷേ ആ നിലയിലുള്ള അവരുടെ പ്രവൃത്തികളോടൊക്കെ താരതമ്യം ചെയ്യാവുന്ന പ്രവൃത്തികളാണോ ഇപ്പോൾ ട്രംപിന്റേത് എന്നൊരു പ്രശ്നം? അല്ല, അദ്ദേഹത്തിന് ആ നിരയിൽ ഒരു സ്ഥാനം വേണം. ശരി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇത് ആ കാലഘട്ടമല്ല, ഇത് അന്നത്തെ ലോകമല്ല ഇന്നത്തെ ലോകം, അന്നത്തെ അമേരിക്ക അല്ല ഇന്നത്തെ അമേരിക്ക, അന്നത്തെ ജിയോ പൊളിറ്റിക്സ് അല്ല ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിനനുസരിച്ച് പെരുമാറണം, അതിനനുസരിച്ച് ചെയ്തു വേണം, അങ്ങനെ ചെയ്തു വേണം ചരിത്രത്തിൽ ഇടം നേടാൻ എന്ന അടിസ്ഥാന ബോധം ഈ മനുഷ്യനില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ശരി. അതുകൊണ്ടാണ് ഇതുപോലുള്ള പലപ്പോഴും കോമാളിത്തരങ്ങൾ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ കാര്യങ്ങൾ ചെയ്തത്. അവിടുത്തെ ഒരു വെറും, ആലോചിച്ച് നോക്കൂ, വെറും പ്രാദേശിക പ്രശ്നമാണത്. അവിടുത്തെ ലോക്കൽ ഫോഴ്സിന് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറം ഒന്നും കാലിഫോർണിയയിൽ നടന്നിട്ടില്ല, ലോസ് ആഞ്ചലസിൽ നടന്നിട്ടില്ല. അവിടേക്ക് ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് ഇന്നിപ്പോ ലോകം മുഴുവനും ട്രംപ് 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 എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇങ്ങനെ ഒരു ചെറിയ പ്രാദേശിക,
ഇത് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതാരും ശ്രദ്ധിക്കുക പോലുമില്ല. Yes, അത് അവിടെ yes, അതാണ്. തുടങ്ങി അവിടെ തന്നെ കഴിയും. Right. ഇത് ഇന്നിപ്പം ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കാരണമായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. Yes. അമേരിക്കയുടെ ചരിത്രത്തിൽ ട്രംപിന്റെ കാലഘട്ടം സുവർണ ലിപികളിൽ എഴുതപ്പെടുക ആ, എന്നുള്ളതാണ്. ഇനിയും വരുന്നവർക്ക് തന്റേതായ ഒരു ബെഞ്ച് മാർക്ക് അവിടെ സ്ഥാപിക്കുക. തീർച്ചയായും. എന്നിട്ട് ഇനിയും വരുന്ന പ്രസിഡന്റുമാർക്ക് ഇനിയും ഭാവിയിൽ ട്രംപിനെ നോക്കുക, അത് ട്രംപ് ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഇനി വരാൻ പോകുന്ന കാലഘട്ടം പറയണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ചെയ്യുന്നതല്ല. തീർച്ചയായും. ശ്രീ ബൈജു തിട്ടാല, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചുവെങ്കിൽ അത് മറ്റു രാജ്യങ്ങൾ പിന്തുടരേണ്ട മാതൃകകൾ ആണ്. ഇവിടെ അമേരിക്ക ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച്, ആ രാജ്യം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, മറ്റ് രാജ്യങ്ങൾക്ക് നിരന്തരമായി സഹായം നൽകുന്നതിലൂടെ ആ രാജ്യത്തിനുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റു ലോകരാജ്യങ്ങളുമായി മികച്ച സൗഹൃദത്തിൽ പോവുകയും അങ്ങനെ ആ രാജ്യം കൂടുതൽ വളർച്ച കൈവരിക്കുകയും ചെയ്യേണ്ട ഒരു പശ്ചാത്തലമാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അന്ന് ലോകം വായിച്ചിട്ട് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളൊന്നും അത്തരത്തിലല്ല. അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ, മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ, ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയ്ക്ക് ഇടവയ്ക്കുന്നു, വിമർശനങ്ങൾക്ക് ഇടവയ്ക്കുന്നു. ഇത് ആത്യന്തികമായി അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും. അതായത് നരേന്ദ്രമോദി അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ പേര് വായി വന്നത്. അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ മോഹൻ മൊറീസ് പറഞ്ഞാണ് അതിൻ്റെ ഒരു ഫാക്ട്. അതായത് ഈ ഒരു എനിമിയെ കണ്ടെത്തുക, അതായത് ഫൈൻഡിങ് ആൻ എനിമി വിതിൻ, അതായത് നമ്മളുടെ ഇടയിൽ തന്നെ ഒരു എനിമിയെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ജർമ്മനിയിൽ നടന്നത്. They were finding an enemy within. ജൂതന്മാരെ മുഴുവൻ അവർ ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾ, കൊഹാബിറ്റായ ആളുകൾ, അവരെ എല്ലാം ശത്രുക്കളായി കണ്ടെത്തുകയും അതിലേക്ക് അവരെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കുമാണ് ഈ കൃത്യമായി ഹിറ്റ്ലർ പോയത്. അപ്പോൾ ഫൈൻഡിങ് ആൻ എനിമി എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോയാൽ അതിലുണ്ടാകാൻ പോകുന്നത് അതിഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും. ഈ പ്രശ്നത്തെ ഇപ്പം നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഇപ്പോൾ ആഭ്യന്തരമായി ജനങ്ങൾ റിവോൾട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പം BBC റിപ്പോർട്ട് ചെയ്തതാണ്, 11 മണിക്ക് അവിടുത്തെ ടൈം 11 മണിക്ക് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ വാക്കൗട്ട് നടത്തും. ഇന്ന് 11 മണിക്ക്. എനിക്കത് ഇപ്പോഴത്തെ സമയത്ത് എനിക്കറിയില്ല. അപ്പോൾ അവിടെ അവിടെ മറ്റ് റൈറ്റ്സ് നടന്നില്ല എന്ന് പറയരുത്. BBC-യുടെ റിപ്പോർട്ടറെ ജനങ്ങളെ ആക്രമിക്കുന്നതിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന് BBC റിപ്പോർട്ടറെ അറ്റാക്ക് ചെയ്തു. ഹോസ്പിറ്റൽ. ഓസ്ട്രേലിയൻ റിപ്പോർട്ടറെ ഷി വാസ് ടേക്കൻ ടു ഹോസ്പിറ്റൽ. അപ്പോ അവിടെ റയറ്റ് അല്ല, പോലീസുമായി അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ജനങ്ങൾ ഏതാണ്ട് ഒരു റൈറ്റ് മൂഡിലേക്ക് മൂവ് ചെയ്യാണ്. എന്തിന്റെ ബേസിലാണ് റൈറ്റ് മൂവ് ചെയ്യുന്നത്? ആ റൈറ്റ് മൂവ് ചെയ്യുന്നത് ഈ ഇമിഗ്രേഷൻ പോളിസി ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അതാണ് ഇതിന്റെ ലീഡിങ് പോയിന്റ്. ഇപ്പൊ ഇതേ രീതിയിലുള്ള ഇമിഗ്രേഷൻ നമ്മളിപ്പോ CAA വന്നപ്പോ അത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ട്രംപ് നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യായിരുന്നു എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇതേ രീതിയിലുള്ള ഇമിഗ്രേഷൻ നടക്കില്ല, മാസ് ഡിപ്പോർട്ടേഷൻ നടക്കില്ല, ഈ ഇമിഗ്രേഷൻ പോളിസി തെറ്റാണ് എന്ന് ജനങ്ങൾ തന്നെ ട്രംപിനോട് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവിടെ വന്ന് സെറ്റിലായ ഇപ്പം ഈ സ്റ്റുഡൻസ്, ഇപ്പം സജിമോൻ തന്നെ പറഞ്ഞില്ലേ, അവിടെ സെറ്റിൽ ഇല്ലീഗലായ ഒരാൾ അവിടെ വരുന്നു, ആ വരുന്ന ആൾക്കൊരു കുട്ടി ഉണ്ടാകുന്നു, അവൻ അവിടെ പഠിക്കുന്നു, അവനോട് പോകണമെന്നാ പറയുന്നത്. ഇത് തന്നെ CAA. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളെല്ലാം ഇത് തെറ്റാണ് എന്ന് പറയുകയും നമ്മൾ പുറത്തിരുന്നാ പറയുന്നത്. ഇപ്പൊ അകത്ത് ജനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ഇത് തെറ്റാണ്. അപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താണ്? ക്ലാസ് ദ മാസ് ക്രിമിനൽസ്, ഫൈൻഡിങ് ആൻ എനിമി വിതിൻ. അത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. നമ്മളെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്താ. ഇദ്ദേഹത്തിന്റെ എല്ലാ പോളിസികളിലും ഇപ്പം നമ്മൾ യുക്രൈൻ എടുത്തു, യുക്രൈൻ വിഷയം എന്തായി? അന്ന് ഇപ്പം ഏതാണ്ട് പുടിനോട് പ്ലീഡ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇത് എല്ലാത്തിനെയും ബിസിനസ്സായി മാത്രം. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം ഈ ട്രംപ് എപ്പോഴും പറയും, I am the only one who know politics better than anyone.
എല്ലാവരെ കഴിഞ്ഞും കൃത്യമായി എനിക്ക് രാഷ്ട്രീയം അറിയാവുള്ളൂ. ശരി, ഈ ശരി. ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, ഡിപ്ലോമസി അറിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. Right. ജനങ്ങൾ, പീപ്പിൾ ഹസ് ടേക്കൺ ടു ദ സ്ട്രീറ്റ്. ജനങ്ങൾ വഴിയിൽ ഇറങ്ങുകയാണ്, വിദ്യാർത്ഥികളടക്കം വഴിയിലേക്ക് ഇറങ്ങുകയാണ്. Right. ഇതേ രീതിയിൽ ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. Right. ഇത് എന്തായാലും നടക്കില്ല. അങ്ങനെ പ്രതിഷേധം കനക്കും, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഒരു വിഭാഗം പറയുമ്പോഴും സജിമോൻ ആന്റണി അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം ട്രംപിന്റെ ചുവടുകൾ പിഴയ്ക്കുന്നു എന്നുള്ളതായിരുന്നു. അതിൽ 86% പ്രേക്ഷകരും അതെ എന്നാണ്, ട്രംപിന് ചുവടുകൾ പിഴയ്ക്കുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. കേവലം 11% പേർ മാത്രമാണ് ട്രംപിന്റെ ചുവടുവെപ്പുകളാണ് ശരി എന്ന് അഭിപ്രായപ്പെട്ടത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.